കേരളത്തിന്റെ വ്യാവസായിക മുഖം വളർച്ചയുടേതോ തളർച്ചയുടേതോ? ഈയിടെ വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള തർക്കവിതർക്കങ്ങൾ നടന്ന ഒരു 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 വിഷയമാണ് കേരളത്തിന്റെ വ്യാവസായിക വളർച്ച. മന്ത്രി രാജീവ് പറയുന്നു, 2021 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്ത് 3,44,848 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടായി. നല്ല കണ്ടുപിടുത്തം. ഇനി അതുപോലെ തന്നെ 21,125 കോടിയുടെ നിക്ഷേപം സംസ്ഥാനത്തുണ്ടായി. അതും വലിയ കണ്ടെത്തൽ തന്നെ, ആദരണീയമായ കണ്ടെത്തൽ തന്നെ. പക്ഷെ ഇതിന്റെ പുറകിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ വേറൊരു കണ്ടെത്തൽ നടത്തുകയാണ്. എന്താണെന്നല്ലേ, 2021-22 കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഒരു സ്കീം കൊണ്ടുവന്നു, ഉദ്യം രജിസ്ട്രേഷൻ. അതായത് ഏതെങ്കിലുമൊക്കെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്രാ ലോൺസ് ഉണ്ട്, മറ്റതുപോലെയുള്ള പല വായ്പാ പദ്ധതികളുമുണ്ട്. ആ വായ്പാ പദ്ധതികളിലേക്ക് വ്യവസായികൾക്ക് എത്തിച്ചേരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടലാണ് ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ. ആ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ വന്നതിന് ശേഷം ഇന്ത്യയിലാകെയും കേരളത്തിലും എന്ത് സംഭവിച്ചു എന്നല്ലേ? 947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോഴോ മറ്റോ തുടങ്ങി, അല്ലെങ്കിൽ അതിനുശേഷം എപ്പോഴെങ്കിലും തുടങ്ങി മണ്ണടിഞ്ഞു കിടന്ന, അല്ലെങ്കിൽ ഊർധ്വശ്വാസം വലിച്ചു കിടന്ന ചെറുകിട നാമമാത്ര ഇടത്തരം സംരംഭങ്ങൾ പോലും ഈ ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തു. അതിനുള്ള ഇനിഷ്യേറ്റീവ് സംസ്ഥാന ഗവൺമെന്റ് ആണ് എടുത്തത്. കാരണം പുതിയ സംരംഭങ്ങളുടെ എണ്ണം ഇങ്ങനെ 3,44,848 ആക്കിയെടുത്ത് ക്രെഡിറ്റ് നേടണമെങ്കിൽ, സർക്കാരിന്റെ മുഖം മിനുക്കണമെങ്കിൽ ഈ ഉദ്യം രജിസ്ട്രേഷൻ ഒരു നല്ല പാലമാണ് എന്ന് മന്ത്രി രാജീവ് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ, അതായത് അടഞ്ഞു കിടക്കുന്ന, ചത്ത് കിടക്കുന്ന തരത്തിലുള്ള വ്യവസായങ്ങൾ. ഈ ചത്ത് കിടക്കുന്ന എന്ന് പറയുമ്പോൾ ചിരിക്കേണ്ട സുഹൃത്തുക്കളെ, നിങ്ങളാരും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഡീമോണിറ്റൈസേഷന് ശേഷം ഇന്ത്യയിലും കേരളത്തിലും എന്താണ് സംഭവിച്ചതെന്ന്. ഒറ്റ രാത്രി കൊണ്ടല്ലേ 86.45% കറൻസി ഇല്ലീഗലാക്കി, അതായത് കറൻസി പിൻവലിക്കുന്നതിന് തുല്യമാക്കി തീർത്തത്. അതോടെ എന്ത് സംഭവിച്ചു? നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരനുദിനം റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്, കൂലി കൊടുക്കുന്നത് ഒക്കെ ഈ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയധികം ക്യാഷ് ഒറ്റ അടിക്ക് പിൻവലിച്ചതോടെ കിടക്കുന്നു, ചത്ത് കിടക്കുന്നു MSME സെക്ടറിലെ മുഴുവൻ വ്യവസായങ്ങളും. എന്നിട്ടും നീതി ആയോഗ് പറഞ്ഞത് 3,60,000 സംരംഭങ്ങളെ അടച്ചുപോയുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് അവരുടെ കണ്ടുപിടുത്തത്തിന്, അതായത് കേന്ദ്ര ഗവൺമെന്റ് CSO വഴി പോലും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് കേന്ദ്രത്തിന്റെ മുഖം മിനുക്കാൻ സഹായകമായ രീതിയിലുള്ള കണക്കുകളാണ് കണ്ടെത്തുക. അങ്ങനെയുള്ള കണക്കുകളല്ല കണ്ടെത്തുന്നത് എങ്കിൽ ആ കണ്ടെത്തൽ വിദഗ്ധൻ ഏത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന് മുകളിലാകട്ടെ, ഏത് ഓർഗനൈസേഷന് മുകളിലുമാകട്ടെ, അയാളെ ആയിരിക്കും ആദ്യം ഡീത്രോൺ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് കിട്ടിയ ഡേറ്റ എന്ത് തന്നെയാണെങ്കിലും വേണ്ട ഡേറ്റ അവർ കുക്ക് ചെയ്തെടുക്കും. അത് അങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പരിപാടിയുണ്ട് കേട്ടോ. കണ്ടെത്തിയ ഡേറ്റ, യഥാർത്ഥ ഡേറ്റ നമുക്ക് അനുയോജ്യമല്ല, നമ്മളെ സഹായിക്കുന്നതല്ല എങ്കിൽ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ഡേറ്റ ഉണ്ടാക്കുക. അതിനെയാണ് ഡേറ്റ കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത ഡേറ്റ ആണ് ഈ 3,60,000 MSME സെക്ടർ എന്റർപ്രൈസസ് മാത്രമേ ഡിമോണിറ്റൈസേഷന് ശേഷം അടച്ചുപോയുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന് MSMEs ആണ് അടച്ചുപോയത് ആ കാലഘട്ടത്തിൽ. ആ കൂട്ടത്തിൽ അതിനു മുൻപും, അതായത് കേരളത്തിലെ വ്യവസായങ്ങൾ ഒന്നും നിലനിൽക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിപ്പോയി. അത് 1947 മുതൽ തുടങ്ങിയ പ്രക്രിയയാണ്. അപ്പൊ അതങ്ങനെ കുടിയേറിപ്പോയി. പിന്നെ ബാക്കി ഉണ്ടായിരുന്നവയൊക്കെ തന്നെ ഈ പറയപ്പെട്ട ഡിമോണിറ്റൈസേഷന് ശേഷം തകർന്ന് നാമാവശേഷമായി. അങ്ങനെ ഇരിക്കെ ഇവിടെ എന്നിട്ടും
എന്നിട്ട് പോലും നിങ്ങൾക്കറിയാം കുടുംബശ്രീകള് അവർക്ക് അവർ നടത്തിയിരുന്ന നല്ല ഫുഡ് കഫേസ്, ആ ഫുഡ് കഫേസിനൊക്കെ ഗവൺമെന്റ് കുറച്ച് സബ്സിഡി കൊടുത്തിരുന്നു. ആ സബ്സിഡി നിർത്തിയതോടുകൂടി അവരൊക്കെ വലിയ പ്രതിസന്ധിയിലായതൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട രജിസ്റ്റർ ചെയ്തതും കേരളത്തിലെ ഉടലെടുത്തു എന്ന് പറയുന്നതുമായ ഈ 3,44,848 സംരംഭങ്ങളിൽ ബഹുഭൂരിപക്ഷവും 1996 കുടുംബശ്രീ വരുന്നു. കുടുംബശ്രീ വന്നതിന് ശേഷം അവരൊരു 10 കുടുംബശ്രീ യൂണിറ്റുകൾ ഒന്നിച്ചു ചേർന്നാൽ ഒരു സംരംഭം, ഒരു സ്റ്റാർട്ടപ്പ് ആകാം. അങ്ങനെ കുടുംബശ്രീകളുടെ സ്ത്രീ ശാക്തീകരണവും അതോടൊപ്പം ഈ പറയപ്പെട്ട സ്റ്റാർട്ടപ്പും, അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് വിപ്ലവത്തിലേക്കാണ് 2000 ആണ്ട് ചുവട് വെച്ചത്. ഉദാഹരണത്തിന് 2012 മുതൽ 2016 വരെ ഭരിച്ച UDF ഗവൺമെന്റ് എടുക്കുക, ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് അരുണ സുന്ദർ രാജൻ എന്ന നല്ല ശക്തയായ ഒരു സെക്രട്ടറി വ്യവസായ വകുപ്പിനുണ്ടായിരുന്നു. അവര് മുൻകൈ എടുത്ത് അതിന് വേണ്ടത്ര പ്രോത്സാഹനം കുഞ്ഞാലിക്കുട്ടി മന്ത്രിയിൽ നിന്ന് കിട്ടി. അങ്ങനെ ഇവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പ് വിപ്ലവം, യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് വിപ്ലവം തന്നെ ആ കാലഘട്ടത്തുണ്ടായി. ഇവര് രണ്ടുപേരെ മാത്രം പറഞ്ഞാൽ പോരാ. SM വിജയാനന്ദ് IAS, അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു ജോസ് IAS പാലക്കാരൻ, അദ്ദേഹത്തിന്റെ ഇനീഷ്യല് TK ജോസ് IAS, അതായത് SM വിജയാനന്ദ് IAS, TK ജോസ് IAS, ഇവരൊക്കെ കുടുംബശ്രീയെ അങ്ങേയറ്റം, അതായത് ഞാൻ കുടുംബശ്രീയെ പറ്റി ഒരു മെഗാ സ്റ്റഡി, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ പറ്റി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിൽ ചെയ്തതാണ്. ആ സമയത്ത് കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഒക്കെ ഞാൻ പോയി കണ്ടതാണ്. 153 തരം മൈക്രോ എന്റർപ്രൈസസ് വനിതകൾ അന്ന് നടത്തുന്നതായിട്ട് 5 ജില്ലകളിലെ പര്യടന ഗവേഷണ ഫലമായിട്ട് ഞാൻ കണ്ടെത്തി. 153 തരം മൈക്രോ എന്റർപ്രൈസസ്. അതില് മാനുഫാക്ചറിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് വാല്യൂ അഡീഷൻ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള വിപണനമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മൈക്രോ എന്റർപ്രൈസസ് ആണ് അന്ന് കണ്ടെത്തിയത്. അപ്പോൾ അതിനേക്കാൾ ഞാൻ 5 ജില്ലകളിലെ സർവേ നടത്തിയുള്ളൂ. 12 ജില്ലകളിലും സർവേ നടത്തിയിരുന്നെങ്കിൽ ഈ 153ന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ തരം മൈക്രോ എന്റർപ്രൈസസ് കണ്ടെത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മൈക്രോ എന്റർപ്രൈസ് വിപ്ലവമാണ് കുഞ്ഞാലിക്കുട്ടി, അതായത് UDFന്റെ കാലത്ത് നടന്നത്. ഞാൻ ഓർക്കുകയാണ്, അന്ന് കുഞ്ഞാലിക്കുട്ടിക്കാണ്, മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കാണ് ഏറ്റവും മിടുക്കനായ, അതായത് ഏറ്റവും നല്ല മന്ത്രിക്കുള്ള അവാർഡ് കിട്ടിയതും കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്നു 2014 നരേന്ദ്രമോദി ഭരണത്തിൽ വന്ന് ഇവിടെ കേരളത്തിൽ വന്നു. കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന പത്രക്കാര് ആലോചിക്കാവുന്നതാണ്, അവർക്ക് കണ്ടെത്താം. അവരുടെ ആ സമയത്തെ വോള്യൂംസ് എടുത്തു നോക്കിയാൽ കേരളത്തിലെ കുടുംബശ്രീ മോഡൽ, വനിതാ ശാക്തീകരണം, അതുപോലെ തന്നെ വികസനം, ഈ 2 കാര്യങ്ങൾക്കും സഹായകമായ കുടുംബക്ഷേമം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായകമായ ഈ കുടുംബശ്രീ മോഡൽ ഇന്ത്യ ഒട്ടുക്ക് വ്യാപിപ്പിക്കണം. അതുപോലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, അതായത് സ്റ്റാർട്ടപ്പ് മോഡലും ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കുക. UPയില്, ഗുജറാത്തില്, ബീഹാറില്, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിലെ കുടുംബശ്രീ എത്തിപ്പറ്റിയിരിക്കുന്നു. അത് ഇവിടുത്തെ ഈ സക്സസിനെ പറ്റി എന്റെ പഠനം തന്നെ DSIRന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് കാണും, അത് തന്നെ പരിശോധിക്കാവുന്നതാണ്. അത് തന്നെ പരിശോധിച്ചാൽ അറിയാം ഇവിടെ വ്യാവസായിക രംഗത്ത് നാമമാത്ര വ്യവസായം ആയിക്കൊള്ളട്ടെ, ആ രംഗത്ത് വനിതകൾ കൈവരിച്ച നേട്ടം. അപ്പൊ ആ നേട്ടം ഈ ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോഴത്തേക്കും അവരുടെ മൈക്രോ എന്റർപ്രൈസസ് മുഴുവനും ഒന്നേന്നെ അതിൽ രജിസ്റ്റർ ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞില്ല, 1947 മുതൽ തുടങ്ങി ചത്തുകിടന്ന വ്യവസായങ്ങളെ ഒക്കെ ഉദ്യമ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചത് എന്തിനാണ്? ഒന്നുകിൽ വായ്പയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നന്നാകുന്നെങ്കിൽ നന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്രയേറെ വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ള ക്രെഡിറ്റ് LDFന് ഇരിക്കുമല്ലോ. പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം. അപ്പൊ അങ്ങനെ തുടങ്ങി. അതല്ല ഇവിടുത്തെ ഇവിടുത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത്ര മികച്ചതാണെങ്കിൽ എന്തിനാണ് കിറ്റെക്സ് കേരളം വിട്ട് പുതിയ
സാങ്കേതിക മികവുള്ള യൂണിറ്റുകൾ തുടങ്ങാൻ സമയത്ത് ആന്ധ്രാപ്രദേശിലേക്ക് കുടിയേറിയത്? നമുക്കറിയാവുന്ന കാര്യമല്ലേ. അത് തന്നെ ഇവിടെ ഒരു കോൺട്രവേഴ്സ്യൽ വിഷയമായത്. അദ്ദേഹത്തെ ആരും അടിച്ചോടിച്ചതല്ല, പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ യൂണിറ്റിന് ഇവിടെ വളരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശിലേക്ക് പോയത്. അതുപോലെ തന്നെ നമുക്ക് വേറെയും അതായത് നമ്മൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡേറ്റ എടുത്ത് നോക്കിയാൽ അറിയാം, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ഏറ്റവും താഴ്ന്ന മൂലധന നിക്ഷേപമുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിലാണ് 220,000 കോടി 2021 ശേഷം കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്നത്. അങ്ങനെ വന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എക്സ്പ്ലെയിൻ ചെയ്യണം, എന്തുകൊണ്ടാണ് പുഴയ്ക്കൽ, തൃശ്ശൂരുള്ള പുഴയ്ക്കൽ ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇത് നമ്മുടെ ഇവിടുത്തെ ഇൻഫോ പാർക്ക് പോലെ തന്നെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്കാണ് പുഴയ്ക്കൽ തൃശ്ശൂരിലുള്ളത്. അവിടെ പ്രവാസി വ്യവസായികൾ വന്ന് യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടി ഇതാ ഇപ്പൊ ആകും എന്ന് പറഞ്ഞ്, കാരണം ഏകജാലക സംവിധാനം എന്നൊക്കെ കേട്ട് മനം കുളിർത്താണ് അവിടെ വന്ന് പലരും ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള അടിത്തറയിട്ടത്. പക്ഷെ എന്ത് ചെയ്തു? വർഷങ്ങൾ കാത്തിരുന്നിട്ടും അടുത്ത ഒരു ചുവട് വെക്കാൻ നിവർത്തിയില്ലാതെ ഒന്നുകിൽ അവരവരുടെ പ്രവാസത്തിലേക്ക് തന്നെ തിരിച്ചുപോയി, അതുമല്ലെങ്കിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ആന്ധ്രയിലോ എവിടെയെങ്കിലും പോയി ബിസിനസ് തുടങ്ങി. കേരളത്തിൽ തുടങ്ങാൻ പറ്റിയില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഈ പുഴയ്ക്കൽ പാർക്കൊക്കെ വരുന്നത് തന്നെ LDFന്റെ കാലത്താണ്. എന്നിട്ട് പുഴയ്ക്കൽ പാർക്ക് വന്നിട്ടും അവിടെ ബഹുകോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അവിടെയും വ്യവസായികൾക്ക് നിൽക്കക്കള്ളി ഇല്ലാതായി എന്ന് പറയുമ്പോൾ എന്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് കേരളത്തിൽ മെച്ചപ്പെട്ടത്? ഇത് ആരെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? രാഷ്ട്രീയത്തിന്റെ തലപ്പത്തുള്ളവരെല്ലാം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിവില്ലായ്മയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി അവർ കണക്കാക്കുന്നത്. എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. അങ്ങനെ വിളിച്ചു പറഞ്ഞ് മനുഷ്യരെ ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാക്കി ചേർത്ത് പിടിക്കുക, അതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ വസ്തുനിഷ്ഠമായി പഠിച്ചിട്ട് വേണം ഓരോരുത്തരും അഭിപ്രായ പ്രകടനം നടത്താനായിട്ട്, കണ്ടെത്തലുകളെ വിസ്തരിക്കാനായിട്ട് എന്നാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ വ്യവസായങ്ങൾ പിടിക്കുന്നില്ല? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ISRO മോഡൽ നോക്കുകൂലി? ISROയിലേക്ക് 2021-ലോ 22-ലോ ആണ് പിന്നെ വലിയ ഒരു കണ്ടെയ്നർ മുഴുവനും അവരുടെ എക്യുപ്മെന്റ്സ് ആണ് വന്നത്. അത് സാങ്കേതിക മികവുള്ളവർക്ക് മാത്രമേ ഇറക്കാൻ പറ്റൂ. അപ്പോ തൊഴിലാളികൾ എന്ത് ചെയ്തു? അവർ നോക്കി നിന്നു. അതിന്റെ സാങ്കേതിക മികവുള്ള കണ്ടെയ്നറിലെ തന്നെ തൊഴിലാളികൾ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഇവര് ആയിരക്കണക്കിന് രൂപയുടെ വലിയ ഒരു സംഖ്യയുടെ നോക്കുകൂലി ചോദിക്കുന്നു. അപ്പോഴാണ് കോടതിയിൽ പോകുന്നത്. കോടതി ഇടപെട്ട് ആ നോക്കുകൂലിയെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചു ഹൈക്കോടതി. അതും പോകട്ടെ, ഇനി കോടതി എത്രയോ പ്രാവശ്യം ഇടപെട്ടിരിക്കുന്നു. അതിനു മുൻപ് കോവിഡ് കാലത്ത് നമ്മുടെ വട്ടിയൂർക്കാവിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വലിയ കണ്ടെയ്നർ നിറച്ചു വന്ന ഫുഡ് ഗ്രെയിൻസ്, പയറുവർഗ്ഗങ്ങളെല്ലാം ചേർന്ന് എല്ലാ സാധനങ്ങളും കൂടെ ചേർന്ന് ഇറക്കാൻ നോക്കുകൂലി ആവശ്യപ്പെട്ട് ഇറക്കാതിരുന്ന ഒരു പകല് മുഴുവനും ഇറക്കാതിരുന്ന് അവസാനം പോലീസൊക്കെ ഇടപെട്ട് രാത്രിയായപ്പോഴാണ് അപ്പോൾ നോക്കുകൂലി കൊടുത്തോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ അങ്ങനെയാണ് ഇറക്കിയത്. അതൊക്കെ പോട്ടെ എന്റെ സുഹൃത്തുക്കളെ, എന്താണ് തിരുവാർപ്പിൽ സംഭവിച്ചത്? ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും ആർമിയിലോ മറ്റോ സേവനം നടത്തി പിരിഞ്ഞു വന്നു. ആ അന്ന് എല്ലാം കൂടി കിട്ടിയത് അദ്ദേഹം ഏതാനും ബസ്സുകളിൽ മുടക്കി. കുറച്ചു പേർക്ക് തൊഴിലും കൊടുക്കാം, തനിക്കും ഒരു തൊഴിലായി എന്ന വിചാരത്തോടെ. എന്നിട്ട് സമരമായതും തിരുവാർപ്പില് ആ ബസ് ഓണറെ തടഞ്ഞു വെച്ചു. ബസ് ഓടാൻ സമ്മതിച്ചില്ല. ഏതാനും ദിവസം കോടതിയിൽ പോയി. കോടതി പറഞ്ഞു ബസ് ഓടാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ് കോടതിയുടെ റൂളിംഗ് ഉണ്ടായി, ഹൈക്കോടതിയുടെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ ബസ് ഓണറെ ബസ്സിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നല്ല അടി കലശൽ. ആ അടി കണ്ടിട്ട് കോടതി എന്താ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ദേവൻ രാമചന്ദ്രനാണ് അത് പറഞ്ഞത് എന്ന്. അത് കോടതിയുടെ മുഖത്തേറ്റ അടി എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് പുഴയ്ക്കലേതുപോലെ തിരുവാർപ്പിലേതുപോലെ എത്രയെത്ര സംഭവങ്ങൾ നമുക്കറിയാം. കോട്ടയത്ത് തന്നെ അവിടെ ഒരു ഒരു വെൽനസ് സെന്റർ തുടങ്ങിയ ഒരു പ്രവാസി അവസാനം അതിന്റെ കൃത്യമായ അതായത് കേരളത്തിൽ കൈക്കൂലി കൊടുത്താൽ പോലും സംഗതി നടക്കില്ല. അതേസമയത്ത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മറ്റെവിടെയാണെങ്കിലും കൈക്കൂലി കൊടുത്തോ ഇമ്മീഡിയറ്റ് ആയി ഇഫക്റ്റ്, പെട്ടെന്ന് കാര്യം നടക്കും.
അതാണ് കേരളത്തിന്റെ ദുർഗതി എന്ന് പറയുന്നത്. എന്നിട്ട് ആ വെൽനസ് സെന്റർ തുടങ്ങാൻ വന്ന മാന്യപ്രവാസി അവസാനം റോഡിൽ കുത്തിയിരുന്ന് കിടന്നും സമരം ചെയ്തത് നമ്മൾ ആരും മറന്നിട്ടില്ല. അത് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. അതാണ് കേരളത്തിന്റെ യഥാർത്ഥ മുഖം, വ്യവസായ മുഖം. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ നീതി ആയോഗ് തന്നെ റാങ്ക് നമ്പർ 1 എന്ന് പറഞ്ഞ് കേരളത്തെ അങ്ങ് ശ്ലാഘിച്ചു കളഞ്ഞു. അവർക്കും എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. എന്ത് കുഴപ്പമാ ഇതൊക്കെ കണ്ടെത്തുന്നവർക്കെന്ന്. പക്ഷെ അവർ കണ്ടെത്തിയതിൽ അവരെ കുറ്റം പറയാനില്ല. അവർ കണ്ടെത്തിയതിന് എന്താ പറയുക, അടിസ്ഥാനമാക്കി എടുത്തത് ചില പഠനങ്ങളാണ്. ഇങ്ങനെ ഒരു രസകരമായ കണ്ടെത്തലുമായി ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് സധൈര്യം ജനങ്ങളുടെ മുൻപിലും മാധ്യമങ്ങളുടെ മുൻപിലും വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. IIM ഇൻഡോർ കേരളത്തിന്റെ വ്യാവസായിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തി ഒരു പഠനം നടത്തി. 2007 വ്യവസായ യൂണിറ്റുകൾ വിവരശേഖരണത്തിനായി അവർ തെരഞ്ഞെടുത്തു. അങ്ങനെ ഈ 2007 വ്യവസായ യൂണിറ്റുകളെ വെച്ച് നടത്തിയ ഒരു പഠനം. ആ പഠനത്തിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു? 93% പാർട്ടിസിപ്പൻസ് ഈ 2007 വളരെ തൃപ്തികരം അപ്പോഴത്തെ കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം എന്ന് പറഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ തൃപ്തികരം എന്ന് രേഖപ്പെടുത്തിയത്? 1, ഇൻഷുറൻസ് സ്കീമിന്റെ കാര്യത്തില്. 2, ക്രെഡിറ്റ് ഗ്യാരണ്ടിയുടെ കാര്യത്തില്. അതായത് ഈ പറയപ്പെട്ട മുദ്ര ലോൺ പോലെയുള്ള ലോൺസ് ഒക്കെ കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ കിട്ടും. ഉദ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന മുദ്ര ലോൺ പോലെയുള്ളവ ഈടില്ലാത്ത വായ്പയാണ്, അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അതിന്റെ ഈട്. അപ്പൊ അങ്ങനെയുള്ള വായ്പ ലഭ്യതയുടെ കാര്യം, അങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ആൻഡ് നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട്, അതായത് ഈ ഉദ്യം രജിസ്ട്രേഷന്റെ ഫലമായിട്ട് കിട്ടുന്ന മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ 93% തൃപ്തി രേഖപ്പെടുത്തി. അപ്പൊ അങ്ങനെ തൃപ്തി രേഖപ്പെടുത്തിയെന്ന് മാത്രവുമല്ല, ഈ 2007 വ്യവസായ യൂണിറ്റുകളിൽ 32% പൊതു വിഭാഗത്തിൽ ജനറൽ കാറ്റഗറിയിൽ പെട്ടതായിരുന്നു. അതിനകത്ത് SC കാരുടെ ഉണ്ടായിരുന്നു, ST കാരുടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതിലെ 56.57% മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ഗണത്തിൽ പെട്ടതായിരുന്നു. അങ്ങനെ അതിൽ തന്നെ 49% ഇങ്ങനെ മാനുഫാക്ചറിങ് യൂണിറ്റുകളായിരുന്നു. ഇങ്ങനെ കുറെ കണ്ടെത്തലുകൾ IIM ഇൻഡോർ നടത്തി. പക്ഷെ IIM ഇൻഡോർ നടത്തിയ ഈ പഠനമൊക്കെ ഈ ഉദ്യം രജിസ്ട്രേഷൻ വന്നതിന് ശേഷമായിരുന്നു, മുദ്രാ ലോൺ വന്നതിന് ശേഷമായിരുന്നു. ഈ സൗകര്യങ്ങൾ കിട്ടിയവരും, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് വ്യവസായ പുരോഗതിക്ക് സഹായകമാണ് എന്ന് ഏത് അന്ധനും എഴുതിപ്പോകും. അത് അവരുടെ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ രേഖപ്പെടുത്തി പോകും. അങ്ങനെ രേഖപ്പെടുത്തിയ ആ IIM ഇൻഡോറിന്റെ പഠനത്തെ ബേസ് ചെയ്ത ആണ് നീതി ആയോഗ് അവരുടെ റാങ്ക് നമ്പർ 1 ആക്കി കേരളത്തെ കാണിക്കുന്നത്. അപ്പൊ അത് മുതലെടുത്താണ് നമ്മുടെ മന്ത്രി രാജീവും LDF ഗവൺമെന്റും കേരളം വ്യവസായ ഭൂപടത്തിൽ 1ാം സ്ഥാനത്ത്, ഇന്ത്യയിൽ വലിയ ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ തുടങ്ങിയത്. അപ്പൊ അതിനാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് കിറ്റെക്സ് എന്തിന് കേരളം വിട്ടുപോയി? ഈ 21നും 24നും ഇടയ്ക്കുള്ള കാലത്താണ് കിറ്റെക്സ് കേരളം വിട്ടുപോയത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ISRO ഇൻസിഡന്റ്, അങ്ങനെ എത്ര ഇൻസിഡന്റുകൾ. നമുക്കറിയാം കണ്ണൂര് പ്രവാസി സാജൻ സൂയിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ എന്തുമാത്രം കഥകളാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിൽ ഓർത്തിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ, അതായത് എഴുതി വെച്ചിരിക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ എഴുതി കൃത്യമായിട്ട് ആ പറയപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്, വളരെ എളുപ്പം. വ്യവസായം, അതായത് 3 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ ശ്രമിച്ചാൽ മതി, ആർക്കും വന്ന് വ്യവസായം തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞ ഇതേ ഗവൺമെന്റ് മന്ത്രി രാജീവ് തന്നെ 2022 പറഞ്ഞിരുന്നു, ഓണം ആകുന്നതിന് മുൻപ്, ഓണത്തിന്റെ തൊട്ട് മുൻപായിട്ട് ഒരു സ്റ്റാർട്ടപ്പ്, അതായത് ബയോ പാർക്ക് 2016-17 മുതലേ ഡോക്ടർ ഐസക് മുതൽ പറയുന്നതാണ്. ബയോ പാർക്കുകൾ എല്ലാ വിവിധ ജില്ലകളിൽ വിവിധങ്ങളായ ബയോ പാർക്കുകൾ വരും എന്നൊക്കെ. പക്ഷേ അതുപോലെ 2022 ബജറ്റില് മന്ത്രി രാജീവ് തന്നെ ബയോ പാർക്കുകൾ വരുമെന്നും അവിടെ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും
ഒക്കെ വീമ്പിളക്കിയതാണ്. പക്ഷേ ഏതെങ്കിലും ബയോ പാർക്ക് അന്നത്തെ ഓണത്തിന് മുമ്പ് വന്നിട്ടില്ല, ഇക്കഴിഞ്ഞ ഓണത്തിന് മുമ്പ് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്, അറിവ് കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബയോ പാർക്കുകൾ തുടങ്ങും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ വ്യവസായത്തിൽ ഇത്ര മുന്നേറ്റം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി, അതായത് കേരളത്തിന്റെ വളർച്ചയുടെ ഒരു 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 വലിയ എടുത്തുചാട്ടം ആയി മാറിയേനെ ആ കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി രൂപം കൊണ്ടിരുന്നെങ്കിൽ. അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച പദ്ധതിയാണ്. എന്നിട്ട് ഇപ്പോഴും അയ്യോ ബഹുകോടികൾ ഞങ്ങൾ അതിന് നീക്കി വയ്ക്കുന്നു എന്ന് ഓരോ ബജറ്റിലും പറയാറുണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ ഐസക് ഒന്നാമത്തെ ബജറ്റിൽ 2016-17 ബജറ്റിൽ തന്നെ ഡിക്ലെയർ ചെയ്തതാണ് ഈ കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. ഒരു വ്യവസായ ഇടനാഴി വന്നാൽ ഇവിടുത്തെ മൈക്രോ എന്റർപ്രൈസസ് ഒക്കെ രക്ഷപ്പെടും. അതായത് ആ ലോജിസ്റ്റിക് കോസ്റ്റ് ഒക്കെ കുറഞ്ഞ് വലിയ വലിയ മാറ്റങ്ങൾ വരും വ്യാവസായിക മണ്ഡലത്തിൽ. അതോടൊപ്പം നമ്മുടെ വ്യവസായങ്ങൾ വളരുകയും ചെയ്യും. അങ്ങനെയുള്ള, പക്ഷെ ഇതുവരെ ആ കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി എവിടെ എത്തി? അത് യൗവനത്തിലെത്തിയോ? ഇല്ല, അതിപ്പോഴും പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന കൊച്ചി വ്യവസായ ഇടനാഴി നോക്കിക്കൊണ്ട് ഇവർക്ക് എങ്ങനെയാ പറയാൻ പറ്റുക കേരളം വ്യാവസായികമായിട്ട് വളരെ ഉയർന്നു വളർന്നു എന്നൊക്കെ? ആരെ പറഞ്ഞ് പറ്റിക്കാനാണ്? ഇങ്ങനെ പറ്റിച്ച് ഭരണത്തിൽ വരുന്നവരെ പറ്റിയാണ് രഘുറാം രാജൻ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളോട്, തേർഡ് പില്ലർ. എന്താണ് തേർഡ് പില്ലറിൽ പറയുന്നത്? ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാല് ഭരണകൂടവും കോർപ്പറേറ്റുകളും തമ്മിൽ കൈകോർക്കും, അവര് സാധാരണ ജനങ്ങളെ മറക്കും. തേർഡ് പില്ലർ സാധാരണ ജനങ്ങളാണ്. അവരെ അധികാരത്തിലേറ്റിയ സാധാരണ ജനങ്ങൾ, അവരെ മറക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, കേരളത്തിൽ കാണുന്നത്. ഇവിടെ CAG പറയുന്ന ഫണ്ട് എല്ലാം വകമാറ്റി പോകുന്നു എന്ന്. കേന്ദ്ര ഗവൺമെന്റ് തരാമെന്ന് പറയുന്ന ഫണ്ട് പോലും സമയത്ത് തരുന്നില്ല. എന്തുകൊണ്ടാണ്? ആദ്യം കൊടുത്ത ഗഡു നന്നായി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കണം. അതേ ഓഡിറ്റഡ് റിപ്പോർട്ടിനെ തന്നെ CAG വീണ്ടും ഓഡിറ്റ് ചെയ്ത് പഴുതുകളില്ല, ശരിയാണ് എന്ന് അടിവരയിട്ട് കേന്ദ്രത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിച്ചാലേ കേന്ദ്രം അടുത്ത ഗഡു കൊടുക്കൂ. എന്നിട്ട് കേന്ദ്രം തരുന്നില്ല എന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയണം. പറഞ്ഞാൽ മാത്രമേ, അതായത് ഇത് പൊതുജനം പൊതുവെ പറയണം. ഒരാളോ ഒന്നും പറഞ്ഞാൽ പോരാ. ഗവൺമെന്റിന് അത് ഉള്ളിൽ കൊള്ളണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഭരണം സംശയമാണ് എന്നൊരു ഭീതി വരണം. ആ ഭീതി വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിയുകയും പങ്കിടുകയും ചെയ്യണം. ആ അറിവ് അതാണ് അത്യാവശ്യമായിട്ട്, അതാണ് കേരളത്തിൽ ഇല്ലാത്തത്. കാരണം മുഖം മിനുക്കൽ പരിപാടി ഗവൺമെന്റിന് ഇഷ്ടം പോലെ, ബഹുകോടികളാണ് മുഖം മിനുക്കലിന് വേണ്ടി, PR വർക്കിന് വേണ്ടി മാറ്റിവെച്ച് ചെലവഴിക്കുന്നത്. പലപ്പോഴും വകമാറ്റൽ നടത്തുന്നതും ഇത്തരം അനാവശ്യ ചെലവുകൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ അടുത്ത് മുഖം മിനുക്കൽ കൊണ്ടല്ല ഭരണത്തിൽ വരേണ്ടത്. യഥാർത്ഥത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിന്റെ വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത് ആരും പറഞ്ഞു കൊടുക്കണ്ട, ഓരോരുത്തരും അനുഭവസ്ഥരാകും. ആ അനുഭവത്തിൽ നിന്നാണ് നല്ല ഗവൺമെന്റിന് വോട്ട് വീണ്ടും വീണ്ടും കൊടുക്കണമെന്ന് ജനത ആഗ്രഹിക്കുന്നത്. അതിനു പകരം മുഖം മിനുക്കലുകൾ നടത്തി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ഊതി വീർപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ ഉള്ളിൽ കടന്നു പറ്റി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ പിന്നെയും ഉണ്ട്, എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഭരണത്തിൽ വരാനായിട്ട്. അത്തരം തെറ്റായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചും ഭരണത്തിൽ വരാം, ആർക്കും കഴിയും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വരുന്ന ഒരു വലിയ സംശയം, എവിടെയാണ് നമ്മുടെ അതായത് ഈ ഗവൺമെന്റ് കുറ്റം പറയില്ല, കള്ളം പറയില്ല എന്നൊക്കെ അതിനിടയ്ക്ക് പറയണേ. കള്ളം പറയില്ലാത്ത ഗവൺമെന്റാണ്. ഈ കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ 25,000-ലധികം പേര് മരിച്ചിരുന്ന ആ ഫസ്റ്റ് സ്റ്റേജിലാണ് പറഞ്ഞുകൊണ്ട് നടന്നത് ഇവിടുത്തെ ഗവൺമെന്റ്. ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല കോവിഡ് വഴി മരിച്ചാല്, കാരണം ഇത് പുറത്തറിയില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. അത് കാരണം കോവിഡ് വഴി ഒന്നും അല്ല മരിച്ചെന്നുള്ള മട്ടിലെടുക്കും. അങ്ങനെ 7,000 പേര് മരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിടത്താണ് 25,000 പേര് മരിച്ചിട്ടുണ്ടെന്ന് WHO പറയേണ്ടി വന്നത്. അവസാനം നമ്മൾ ഓർക്ക് WHO പറഞ്ഞതായിരുന്നു ശരി. കാരണം പിന്നെയും, അതായത് ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്നാ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും ഒക്കെ കഴിഞ്ഞ് അവസാനം ഈ എന്താ പറയുക, ഈ റിലീഫ് ഫണ്ട് കോടതി ഉത്തരവിന്റെ പേരിൽ
കോവിഡ് മുഖാന്തരം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റിലീഫ് ഫണ്ട് സമാശ്വാസ സഹായം നൽകാൻ വേണ്ടി 73,000-ത്തിലധികം പേർക്കാണ് സമാശ്വാസം കൊടുക്കേണ്ടി വന്നത്. അപ്പൊ കേരളം പറഞ്ഞുകൊണ്ടിരുന്നത് ശുദ്ധ കള്ളമാണ് എന്നുള്ളതിന് അത് തന്നെ തെളിവല്ലേ? 7,000-ത്തിൽ താഴെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് മുഖമിനുക്കൽ, LDF വീണ്ടും ഭരണത്തിൽ വരിക, ഞങ്ങൾ വന്നാൽ മാത്രമേ ലോകം നന്മയിലേക്ക് പോകൂ എന്ന ഒരു ചിന്തയോടെയാണ് ഈ നോക്കുകൂലിയൊക്കെ ചോദിക്കുന്ന കാര്യം. മാർക്സ് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി, സാങ്കേതിക വിദ്യ വളരുമ്പോൾ നിങ്ങൾ പഠിച്ച സാങ്കേതിക വിദ്യ ഔട്ട്ഡേറ്റഡ് ആകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കുകൂലി ചോദിക്കണം എന്നല്ല മാർക്സ് പറഞ്ഞിരിക്കുന്നത്. മാർക്സ് എന്റെ പുറകിലിരിക്കുന്നു മാർക്സിന്റെ ദാസ് ക്യാപിറ്റലിന്റെ 3 വാല്യൂംസും. മാർക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? റീസ്കിൽ യുവർ സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ സ്കിൽ പഠിച്ചെടുക്കുക. അങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് നിങ്ങൾ ജോലിയിൽ എത്തിപ്പെടുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ മൂലധനം, അന്ന് മൂലധനം തൊഴിലാളികളുടെ ശത്രുവായിരുന്നു. പക്ഷെ ലോകത്തൊരിക്കലും മൂലധനം ഇല്ലാതെ വികസനം സാധ്യമല്ല. ആ മൂലധനം ചെലവാക്കുന്ന മുതലാളി ഒരിക്കലും ശത്രുവല്ല, മിത്രം തന്നെയാണ്. പക്ഷെ അയാള് ശത്രു ഭാവത്തോടെ പെരുമാറിയാൽ, അതായത് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവിടെ നിയമം സഹായത്തിന് എത്തേണ്ടതാണ്, തൊഴിലാളിയുടെ സഹായത്തിന് എത്തേണ്ടതാണ്. പക്ഷെ അതിനു പകരം നോക്കുകൂലി ചോദിക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാടൻ രീതി എന്നോ എന്ത് രീതി എന്നാ നമുക്ക് പറയേണ്ടത്? ഏതായാലും ആ രീതിയെ നമുക്ക് പുച്ഛിച്ചു തള്ളുകയേ രക്ഷയുള്ളൂ. അപ്പൊ ഇങ്ങനെ കോൺട്രവേഴ്സ്യലായിട്ട് കേരളത്തിന്റെ വ്യാവസായിക രംഗം നടക്കുന്നു. അങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓർത്തു പോകുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തെ വ്യാവസായികമായി പുഷ്ടിപ്പെടുത്താനായിട്ട് ക്രിയാത്മകമായ തരത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത്? ക്രിയാത്മകമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ മനസ്സിലാക്കിക്കുക, നിങ്ങൾ നോക്കുകൂലി അല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ ആ സ്കില്ല് പഠിച്ചെടുക്കുക. ഇപ്പൊ ISROയിലെ എന്താണ് കണ്ടെയ്നറിൽ വരുന്ന ഉപകരണങ്ങൾ ഇറക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ അത് സ്വായത്തമാക്കണം, അതിനുള്ള ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണം. എന്നിട്ട് അടുത്ത തവണ മുതൽ നിങ്ങൾ അതുപോലെ ഓരോ സ്ഥലത്തും നോക്കുകൂലി എന്ന് പറഞ്ഞ പ്രാകൃത നയം നടപ്പാക്കുകയല്ല വേണ്ടത്. പിന്നെ തൊഴിലാളികളെ അവരുടെ ഈ സത്യത്തിന്റെ വശത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ അവര് തൊഴിലാളിയുടെ ശത്രുവല്ല മുതലാളി മിത്രം തന്നെയാണ്. മുതലാളി മിത്രമല്ലാതെ പെരുമാറുന്ന പക്ഷം അയാളെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, നിയമങ്ങളുണ്ട്, അതായത് കോടതികളുണ്ട് എന്ന് പറഞ്ഞ് അവരെ സമരസപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ അവരെ സമരസപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നായെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല. യഥാർത്ഥത്തിൽ പുഴയ്ക്കൽ സിറ്റിയിൽ എന്താ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകാതെ വ്യാവസായികമായി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ, ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ വ്യാവസായിക അന്തരീക്ഷം ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. ജനങ്ങളുടെ മുൻപിൽ മുഖം മിനുക്കി നിന്ന് വീണ്ടും ഭരണത്തിലെത്താൻ ശ്രമിക്കാതെ പറയുന്നത് എന്തോ അത് പ്രാവർത്തികമാക്കി വ്യാവസായികമായി മുന്നോട്ട് പോകുമെന്ന്, തൊഴിലുകൾ സൃഷ്ടിക്കുമെന്ന് ഒക്കെ വാക്കുകൊടുത്ത് ഭരണത്തിൽ വരുന്ന ഗവൺമെന്റ് അതൊക്കെ തന്നെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൊതുജനം തിരിച്ചറിയും, അവർ ഇതിനൊക്കെ പകരം ചോദിക്കുകയും ചെയ്യും.